കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളം കാണുന്ന സംഭവ വികാസങ്ങൾ പല സംശയങ്ങൾക്കും ഇട നൽകുന്നു എന്നത് ഒരു വാസ്തവമാണ്. കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി മോദിയെ കാണുന്നു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടുകളിൽ ED റെയ്ഡ് നടക്കുന്നു. ഇതൊക്കെ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങൾ, പ്രകടനങ്ങൾ, അറസ്റ്റ് ഇതെല്ലാം ഒരു വഴിയെ നടക്കുന്നു. ഇതിനിടയ്ക്ക് ജനശ്രദ്ധ പതിയാതെ പോകുന്നൊരു കാര്യം ജനങ്ങൾ പതിയെ ഓർത്തെടുക്കുന്നു. അതും മറ്റൊന്നുമല്ല, ഡീസൽ പെട്രോൾ വില വർധനയാണ്. വാസ്തവത്തിൽ ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ പങ്കില്ലേ എന്ന് സാമാന്യ ജനം ചിന്തിച്ചു പോയെങ്കിൽ യാതൊരു തെറ്റുമില്ല. പെട്രോളിൻ്റെ വില കൂടി വരുന്നു എന്നതൊരു സത്യമല്ലേ? ജനം അതിൽ നിന്ന് വഴിമാറി ഈ കോലാഹലങ്ങൾക്കിടയിൽ, ഈ ED റെയ്ഡിനിടയിൽ അതൊക്കെ മറന്നു പോകുന്നു. പാവം ജനങ്ങൾ അവർ വീണ്ടും കയ്യിലുള്ള പൈസ കൊടുത്ത് പെട്രോൾ അടിക്കുന്നു. ഒപ്പം വിലവർധന ഏറുന്നു എന്നതും നാം തിരിച്ചറിയണം. സാധാരണ ജനത്തിന് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയ കളി ഒന്ന് വെച്ച് അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നിട്ടിറങ്ങണം. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കെ ഈ പെട്രോൾ ഡീസൽ വില വർധനവ് മഹാ അപരാധമാണ്. സാധാരണക്കാർക്ക് ജീവിക്കണ്ടായോ? രാഷ്ട്രീയക്കാരുടെയും നേതാക്കളുടെയും സമ്പന്നരുടെയും മക്കൾക്ക് ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാം. അവർക്കൊന്നിനും ഒരു കുറവുമില്ല. മാത്രമല്ല, ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ വൈറലായ ഒരു വീഡിയോയും നാം കണ്ടതാണ്. 2.5 ലക്ഷം പെൻഷൻ വാങ്ങുന്നവന് പെട്രോളിൻ്റെ വില കൂടിയാൽ ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ പാവപ്പെട്ടവൻ സൈക്കിളിലല്ല നടന്നു പോകട്ടെ എന്നാണ് ധനികരായവർ പറയുന്നത്. അവിടെയും ഒരു വിഷയമുണ്ട്. ഒരു പരിധിയിൽ കവിഞ്ഞ് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ്? ഒരാൾക്ക് 2.5 ലക്ഷം രൂപ എന്തിനാണ് പെൻഷനായി നൽകുന്നത്? ഒരു മിനിമം പെൻഷൻ, മാക്സിമം പെൻഷൻ നിശ്ചയിക്കുക. എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മിനിമം ഒരു 10,000 രൂപ പെൻഷൻ നൽകിയാൽ നന്നായിരിക്കും. 1 റാങ്ക് 1 പെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത പെൻഷൻ, വരുമാനം ഇല്ലാത്തവർക്ക് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു 10,000 രൂപയിൽ കൂടുതലെങ്കിലും പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ, അല്ലെങ്കിൽ അതിന് അനുവദിച്ചാൽ മനസമാധാനത്തോടു കൂടി മനുഷ്യനിവിടെ ജീവിക്കാം. വെറുതെ വർഗീയ വിഷം ഇളക്കിവിട്ട്, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഇളക്കിവിട്ട് തമ്മിലടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ആ ഒരു ബ്രിട്ടീഷ് തന്ത്രം മാറ്റിവെച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. അവരും ജീവിക്കട്ടെ. നേതാക്കളുടെയും സമ്പന്നരുടെയും മക്കൾ മാത്രം ജീവിച്ചാൽ മതിയോ? സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? 80% വരുന്ന പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടി, ബഹുഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടി മുന്നോക്ക നേതാക്കൾ ബഹുഭൂരിപക്ഷം ഭരിക്കുന്നൊരു നാടാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം, നമ്മുടെ ഈ മഹാരാജ്യം, നമ്മുടെ ഭാരതം. അത് തിരിച്ചറിയുക. 80% ദളിതരാണ്, ന്യൂനപക്ഷരാണ്. 20%-ത്തിൽ താഴെയുള്ള സമ്പന്നർ ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തെ നിയന്ത്രിക്കേണ്ടത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ദളിതർ, ന്യൂനപക്ഷങ്ങൾ. അവർ തിരിച്ചടിച്ചാൽ ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് തിരിച്ചറിവ് നേടുക. അവിടെ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട വിഷയങ്ങൾ എന്ന് എഴുതി തള്ളുന്ന ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുമുള്ള പീഡനങ്ങൾ, ക്രൂരതകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരക്കുന്നു. റോസ് വിപ്ലവം പോലെ ഒരുപക്ഷെ ജനങ്ങളുടെ കൺട്രോൾ തെറ്റിയാൽ ഈ മേലാളന്മാർക്കും ഈ നേതാക്കന്മാർക്കും കസേരയിലെന്നല്ല വെറുതെ നടക്കാൻ പോലും കഴിയില്ല എന്ന തിരിച്ചറിവ് വേണം. അതുകൊണ്ട് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പാതയിലേക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തിരിയേണ്ടതുണ്ട്. സമത്വസുന്ദരമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം. നല്ലൊരു ദിവസവും നല്ലൊരു ഭാവിയും ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കാണേണ്ടതുണ്ട്. അതിലെല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.